നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീലുകളുടെ ഖിസ്മുകളാണ്. അതിലൊന്നാമത്തത് ഫിഅൽ മാറൂഫ്. वो फ़िअल जिसमें फ़ाइल करने वाले मालूम हो, जैसे सुहेल आया, वो खेलेगा. ഇതിനാണ് എന്ത് പറയുക? ഫിഅൽ മാറൂഫ് എന്ന് പറയാം. ഇനി ഫിഅൽ മജ്ഹൂൽ, അതായത് അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ആളെ വ്യക്തമാണെങ്കിൽ ഫിഅൽ മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ജിസ് ഫിഅൽ മേ ഫാഇൽ മാലൂം ന ഹോ, ജैसे ദർവാദ ഖോലാ ഗയ, മക്കാൻ ബനായ ഗയ. ഇതിനൊക്കെ എന്താ പറയുക നമ്മൾ? പിന്നെ മജ്ഹൂലായിട്ടുള്ള ഫിഅൽ പറയാം, അതായത് ഫാഇൽ അറിയപ്പെട്ടിട്ടുണ്ടാവില്ല, വ്യക്തമായിട്ടുണ്ടാവില്ല. ഈ ഫിഅൽ ലാസിമ് वो फ़िअल जो फ़ाइल तक महदूद हो और मफ़ऊल की ज़रूरत न हो, जैसे ബച്ചേ റോത്തെ ഹെ ഹാമിദ് ആയ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഫിഅൽ അതിൽ ഫാഇൽ ഉണ്ട്, പക്ഷേ മഫ്ഊൽ എന്ന് പറഞ്ഞ സാധനം വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. മഫ്ഊലിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവുകയില്ല. വാതിൽ തുറന്നു അല്ലെങ്കിൽ മഹ്മൂദ് ആയ, ഉദാഹരണം. ഫിഅൽ മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ वो फ़िअल जो मफ़ऊल जिस पर काम हो रहा ഹോ കെ ബഗൈർ മുക്കമ്മൽ നഹോ, അതായത് ഫാളില്ലാതെ മഫ്ഊലില്ലാതെ പ്രവൃത്തി പൂർത്തിയാവാത്ത തരത്തിലുള്ള ഫിഅലിനെയാണെന്ന് പറയാം ഫിഅൽ മുത്തഅദ്ദി എന്ന് പറയാം. ഉദാഹരണം പറയുന്നുണ്ട്, അഹ്മദിനെ ഖത്ത് ലിഖ. ഇവിടെ കണ്ടോ, അഹ്മദാണ് ഫാഇൽ, ഖത്താണ് മഫ്ഊൽ. അഹ്മദിനെ ലിഖ എന്ന് പറഞ്ഞാൽ എഴുതിയെന്നേ ഉള്ളൂ, പക്ഷെ അവിടെ പൂർത്തിയാവുന്നില്ല അല്ലേ, എന്താണ് എഴുതിയെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ അലിനെ ഖാന പഖായ, അലി എന്തായി? ഭക്ഷണം പാകം ചെയ്തു. അലി പാകം ചെയ്തു എന്ത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഓക്കെ. ഇനി അടുത്തതാണ് ഫിഅൽ നാഖിസ്. वो फ़िअल जो मुकम्मल होने के लिए एक और फ़िअल की ज़रूरत रखता हो, അതായത് ഒരു ഫിഅലിൻ്റെ മാത്രമല്ല മറ്റൊരു ഫിഅലിനും കൂടി ആവശ്യം വരും. എന്തിന്? ഈ ഒരു ജുംല അല്ലെങ്കിൽ ഈ ഒരു കാര്യം പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു ഫിഅലിൻ്റെ ആവശ്യം കൂടി വരും. ഓക്കെ, അതിനാണെന്ന് പറയാം ഫിഅൽ നാഖിസ് എന്ന് പറയാം.